നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ 4ാമത്തെ മത്സരം നാളെ നടക്കുകയാണ്. നാളെ കരാറയിൽ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 1:45 ഈ മത്സരം. അപ്പോൾ ആദ്യ കളി മഴ പെയ്തു പോയി. 2ാമത്തെ കളി ഓസ്ട്രേലിയ ജയിച്ചു, 3ാമത്തെ കളി ഇന്ത്യ ജയിച്ചു. അങ്ങനെ 1-1 സമനിലയിൽ നിൽക്കുന്ന സീരീസാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു മത്സരം നാളെ നടക്കുമ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികൾ പ്രത്യേകിച്ച് ഉറ്റുനോക്കുന്ന ഒരു കാര്യം സഞ്ജു സാംസൺ പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യ 2 കളിക്ക് അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. 3ാമത്തെ കളിക്ക് ജിതേഷ് ശർമ്മയെയാണ് കളിപ്പിച്ചത്. 4ാമത്തെ കളിക്ക് വീണ്ടും സഞ്ജുവിനെ മടക്കി കൊണ്ടുവരുമോ? അപ്പോൾ നമുക്ക് നെറ്റ്സിൽ ഇന്ത്യയുടെ നെറ്റ് സെഷനിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം, ഇന്ന് നെറ്റ് പ്രാക്ടീസിന് ബാറ്റ് ചെയ്യാൻ ആദ്യം തന്നെ സഞ്ജു സാംസൺ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതൊരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മടക്കി പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം പറയാൻ. നെറ്റ്സിനിടയിൽ ബുംറയുടെ ഒരു ബോൾ അദ്ദേഹത്തിൻ്റെ നെക്കിൽ കൊണ്ടു എന്നൊക്കെ റേവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു കളിയിൽ അദ്ദേഹത്തെ നമ്പർ 3 ഇറക്കുന്ന കാഴ്ച കണ്ടു. ഇന്ത്യൻ ടീം അടുത്ത വേൾഡ് കപ്പിലുള്ള പ്രിപ്പറേഷനായിട്ടാണ് ഈ കളികളൊക്കെ കാണുന്നത്. താരങ്ങളെ ടഫ് സിറ്റുവേഷനിലേക്ക് ഇട്ടുകൊടുക്കുക, അവരെങ്ങനെ അവിടെയൊക്കെ പൊരുതി മുന്നോട്ട് പോകും, അതാണിപ്പോൾ നോക്കുന്നത്. ഏഷ്യ കപ്പിൽ ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഒരു പക്ഷേ ജിതേഷ് ശർമ്മയും സഞ്ജുവും ഒരുമിച്ച് പ്ലേയിങ് 11 വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ചില ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ പറയുന്നത്. ഏതായാലും സഞ്ജു മടങ്ങിയെത്താനുള്ള നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഓസ്ട്രേലിയയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം അവരുടെ ടീം ന്യൂസ് ഒന്ന് നോക്കിയിട്ട് ഇന്ത്യയുടെ ടീം ന്യൂസിലേക്ക് വരാം. നമ്മൾ ഓസ്ട്രേലിയയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് സ്ക്വാഡിൽ നിന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം ഡൊമസ്റ്റിക് കളിക്കാൻ പോകുന്നു, ഇംഗ്ലണ്ടിനെതിരെയുള്ള ആഷസ് പരമ്പരയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ മാറ്റ് ഷോട്ട് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പൊസിഷൻ ആയിട്ടുള്ള ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തന്നെ മടങ്ങിയെത്താൻ സാധ്യതയുണ്ട്. ഗ്ലെൻ മാക്സ്വെല്ല് മടങ്ങി വരവിന് അത്ര റെഡി ആയിരുന്നില്ല, കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഈ കളിക്ക് അദ്ദേഹം അവൈലബിൾ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബെൻ ഡോർഷ്യസ്, അദ്ദേഹം പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തെ ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷോൺ അബോട്ടും സ്ക്വാഡിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ പിന്നെ മഹ്ലി ബിയഡ്മാന് ഡെബ്യൂവിനുള്ള അവസരം അവർ കൊടുത്തേക്കാം. അവിടെയാണ് ഒരു ചെറിയ സംശയമുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു പ്ലേയിങ് 11 നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റ് ഷോട്ട്, മിച്ചൽ മാർഷ്, ജോഷ് ഇംഗ്ലീസ്, ടിം ഡേവിഡ്, മിച്ച് ഓവൻ, മാർക്കസ് ടോയിനിസ്, ഗ്ലെൻ മാക്സ്വെല്ല്, സേവിയർ ബാറ്റ്ലെറ്റ്, ബെൻ ഡോർഷ്യസ്, നഥാൻ എല്ലിസ്, മാറ്റ് കുഞ്ഞവൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓസ്ട്രേലിയയുടെ പ്ലേയിങ് 11 എങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ശിവൻ ദ്യൂബെ പുറത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ഹോബർട്ടിലെ ആ കളിയിൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ 3 ഓവറുകൾ. നിതീഷ് കുമാർ റെഡ്ഡി ഇഞ്ചുറി മാറി വീണ്ടും അവൈലബിൾ ആവുകയാണ്. ഇപ്പോൾ മോണി മോർക്കൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് എന്താണ് നിതീഷ് കുമാറിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മറുപടി, നിതീഷ് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിന് ഫീൽഡിങ്, ബാറ്റിംഗ്, ബൗളിങ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്, അദ്ദേഹം അവൈലബിൾ ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പ്ലേയിങ് 11ലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ശിവൻ ദ്യൂബെ പുറത്തു പോകുമെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഒരു പോസിബിൾ 11 അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗില്ല്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ജിതേഷ് ശർമ്മ. ഇനി ശിവൻ ദ്യൂബെക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡി വരികയാണെങ്കിൽ ശിവൻ ദ്യൂബയുടെ സ്ഥാനത്ത് അദ്ദേഹമായിരിക്കും. ദെൻ അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, ജിതേഷ് ശർമ്മക്ക് പകരം സഞ്ജു വരാനുള്ള സാധ്യതയുമുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാറ്റർ മാറ്റി സഞ്ജുവിനെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും 2 മെൻസ് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ മാത്രമാണ് കരിയറിൽ നടന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ഒരു 10 ഓവർ ഗെയിം ആയിരുന്നു. സോ ഈ പിച്ചിൻ്റെ കാര്യത്തിൽ ഒരു പ്രീവിയസ് എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടാനില്ല. എങ്കിലും BBL ഈ ഗ്രൗണ്ട് 6th ഹയസ്റ്റ് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റുള്ള വെന്യൂ ആണ്. സോ നമുക്ക് നല്ലൊരു സ്കോർ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.